നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കാം. നെറ്റ്വർക്ക് ഡയഗ്രാം, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുവെച്ചാൽ ഡ്രോ നെറ്റ്വർക്ക് ഡയഗ്രാം ടു ദ ഫോളോയിങ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ്. ഇത് തന്നിട്ടുള്ളത് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് പ്രിസീഡിങ് ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. ഒരു ആക്ടിവിറ്റിക്ക് തൊട്ട് മുമ്പ് നടക്കുന്നത് എന്താണോ അതാണ് പ്രിസീഡിങ് ആക്ടിവിറ്റി. എ എന്നുള്ളൊരു ആക്ടിവിറ്റി, അത് ചെയ്യാനായിട്ട് തൊട്ട് മുമ്പ് എന്തായിരിക്കും വരുന്നത്, അതാണ് പ്രിസീഡിങ്. ഇപ്പം എയുടെ മുമ്പ് ഇവിടെ ഒരു ആക്ടിവിറ്റിയും വന്നിട്ടില്ല. അപ്പോൾ ആക്ടിവിറ്റി വന്നിട്ടില്ല എന്ന് വിച്ച് മീൻസ് നമ്മളത് സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിയാണ്. എ ഈസ് ദ സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ ബിയുടെയും തൊട്ട് മുമ്പിലായിട്ട് പ്രിസീഡിങ് ആയിട്ട് വേറെ ഒന്നും വന്നിട്ടില്ല. സോ ബി ഈസ് ദി അഗെയിൻ സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിയാണ്. എയും ബിയും സ്റ്റാർട്ടിങ് ആക്ടിവിറ്റിയാണ്. പിന്നെയുള്ളത് എന്താണ്, നെക്സ്റ്റ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പ്രിസീഡിങ് ആക്ടിവിറ്റി നോക്കുക. ഇവിടെ പ്രിസീഡിങ് എ അല്ലേ, അപ്പോൾ എ കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്, സി ആണ്. എഗെയിൻ എ കഴിഞ്ഞിട്ട് എന്തും കൂടെ ഏത് ആക്ടിവിറ്റിയും കൂടെ നടക്കുന്നുണ്ട്, ഡി എന്നുള്ള ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് ബി ആൻഡ് സി കണക്റ്റഡ് ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഏതെങ്കിലും താഴേക്ക് ഏതെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും ലിങ്ക് കണക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താന്ന് പറയുന്നുണ്ട്, എ ആണ്. ഇതിനകത്ത് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് 1 to 2 എന്നുള്ളത് എഴുതി. ഇതാണ് ഒരു ആക്ടിവിറ്റി. നമ്മൾ നെറ്റ്വർക്കിൽ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവിറ്റീനെ പറയുന്നത് എങ്ങനെയായിരിക്കും, ഇതുപോലെയാണ്. നമ്മൾ ഒരു ആരോ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഒരു ആരോ സൈൻ വെച്ചിട്ട് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി. അപ്പോൾ സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി എന്നുള്ളത് എ ആണ്. എ ഈസ് ദ സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് ബിയും എന്ത് തന്നെയാണ്, സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ നമ്മൾ 1 നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 നിന്ന് അടുത്ത നമ്പർ ഇടേണ്ടത് 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 3 ആണ്. സോ 3 എഴുതാം. അത് അടുത്ത ആക്ടിവിറ്റി ബി. എയും ബിയും എന്ത് തന്നെയാണ്, സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തത് നോക്കുക. അടുത്തത് ക്വസ്റ്റ്യനിനകത്ത് നോക്കുമ്പോൾ നമുക്ക് എ കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, സി വരുന്നുണ്ട്. എ കഴിഞ്ഞിട്ട് എന്ത് വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ താഴെ എന്തുണ്ട്, ബിയും സിയും കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയിൽ നിന്നും എന്ത് വരുന്നുണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അപ്പം നമുക്ക് സി ഉണ്ട്, ഡി ഉണ്ട്. ജസ്റ്റ് നമ്മൾ വരയ്ക്കുകയാണ്. സിയും ബിയും കണക്റ്റഡ് ആണെന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എയിൽ നിന്ന് വരുന്നത് നമ്മൾ എന്തിലേക്ക് ജോയിൻ ചെയ്യുക, ബിയിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ എന്താ വരുന്നത്, സിയും, ഇവിടെ എന്താ എഴുതേണ്ടത്, ഡിയും. അങ്ങനെ അടുത്തത് 4 എന്നുള്ള നമ്പർ കൊടുത്തു. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, തൊട്ട് താഴെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. എയും സിയും സാധാരണ വെറുതെ വരയ്ക്കുന്ന പോലെ സിയും ഡിയും വരയ്ക്ക്. താഴെ നോക്കുക ഏതെങ്കിലും തമ്മിൽ കണക്റ്റഡ് ആണോ. ബിയും സിയും കണക്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ബിയും സിയും കണക്റ്റഡ് ആക്കി ഒരെണ്ണത്തിലേക്ക് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പറയുന്നത് എന്താ, ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് വരുന്നത് ബിയും സിയും കണക്ട് ചെയ്തിട്ട് ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്. അത് 3ഉം വരയ്ക്കാൻ പറയുന്നുണ്ട്. അതിൽ ഡിയും ഇയും കണക്റ്റഡ് ആണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം ബിയും സിയും കണക്ട് ചെയ്തിട്ട് എന്ത് വരയ്ക്കണം, ഇയും എഫും ജിയും. ബിയും സിയും കണക്ട് ചെയ്തിട്ട് ഇ, എഫ് ആൻഡ് ജി, ഇ എഫ് ജി. അതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഡിയും ഇയും കണക്റ്റഡ് ആണെന്ന്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ കണക്ട് ചെയ്യുക, ഡിയും ഇയും കണക്ട് ചെയ്തിട്ട് വരയ്ക്കുക. പിന്നെ ഇവിടെ ഉള്ളത് എഫ്, നെക്സ്റ്റ് ഏതാ വരുന്നത്, ഇ എഫ് ജി. ഇതിൽ എത്രയാണ്, 4 കൊടുത്തു. നെക്സ്റ്റ് നമ്പർ കൊടുക്കേണ്ടത് 5 നമ്പർ കൊടുത്തു. നെക്സ്റ്റ് നമ്പർ നമ്മൾ എന്ത് കൊടുത്തു, 6 എന്നുള്ള നമ്പർ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇയും എഫും ജിയും വരച്ചു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുക. ഡിയും ഇയും കണക്ട് ചെയ്തിട്ട് എച്ച് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഡിയും ഇയും കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എച്ച് എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, എച്ച് എന്ന് കൊടുക്കുക. നമ്പർ 6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്ത് ചെയ്യുക, 7 എന്നുള്ളത് കൊടുത്തു. പിന്നെ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ നോക്കുകയാണ്. എഫിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഐ ഉണ്ട്. എഫിൽ നിന്ന് ജെ വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും കണക്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. എച്ചും പിന്നെ അതുപോലെ തന്നെ ഐയും കണക്റ്റഡ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പം എഫിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക, ഐ വരയ്ക്കുക. എഫിൽ നിന്ന് ജെ വരയ്ക്കുക. എഫിൽ നിന്നും എന്ത് ചെയ്യുക, ഐ വരയ്ക്കുക. എഫിൽ നിന്ന് ഐ ഉണ്ട്, ജെ ഉണ്ട്. ഐ ജെ, ഐ വരച്ചു, ജെ വരച്ചു.
പിന്നെ നമ്മൾ നോക്കുക എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ക്വസ്റ്റ്യനിൽ താഴെ എന്തുണ്ട്, എച്ചും ഐയും കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഐനെ നേരെ ഇങ്ങോട്ട് വരച്ചാൽ മതി, എച്ചിലേക്ക് വേണം വരയ്ക്കാൻ. സോ എച്ചും ഐയും കണക്റ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ താഴെ നോക്കുക എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. ജെയും കെയും എല്ലും കണക്റ്റഡ് ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ജെയും കെയും എല്ലും കണക്റ്റഡ്. അപ്പോൾ ജെയിന് നമ്മളിവിടെ നമ്പർ കൊടുക്കണ്ട, കാരണം നമുക്ക് എന്താണ് ഓൾറെഡി വേറെ എന്തോ വന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ജെയും കെയും എല്ലും കണക്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എഫിൽ നിന്ന് ഐയും ജെയും വരച്ചു, പിന്നെ ജിയിൽ നിന്ന് കെ വരയ്ക്കാൻ പറയുന്നുണ്ട്. ജിയിൽ നിന്ന് കെ വരയ്ക്കാൻ പറയുന്നുണ്ട്. താഴെ പറയുന്നുണ്ട് ജെയും കെയും എല്ലും കണക്റ്റഡാണ്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്ത്, ജിയിൽ നിന്ന് ഞാൻ എന്ത് വരച്ചിട്ടുണ്ട്, കെ വരച്ചു, പക്ഷെ നമ്പർ കൊടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്, ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് ജെയും കെയും എല്ലും കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ അതും വരച്ചു. ഇനി അടുത്തത് നോക്കാം, എച്ചും ഐയും കണക്ട് ചെയ്തിട്ട്, ക്വസ്റ്റ്യനിൽ എച്ചും ഐയും കണക്ട് ചെയ്തിട്ട് എല്ലുണ്ട് എം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലും എം ഉണ്ട്, എല്ല് ലാസ്റ്റ് ജെയും കെയും എല്ലും കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ല് ഇവിടെ എഴുതി. പിന്നെയുള്ളത് എല്ലും പിന്നെയുള്ളത് എന്താണ്, എച്ച് ഐയും കണക്ട് ചെയ്തിട്ട് എമ്മും ആണ് ഉള്ളത്. ഈ എം നമ്മൾ ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു നമ്പറും കൂടെ വരാം. ഈ നമ്പർ 3 കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ലാസ്റ്റ് പറയുന്നുണ്ട് ജെയും കെയും എല്ലും കണക്ട് ചെയ്തിട്ട് ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 കഴിഞ്ഞു, 8 എന്നുള്ള നമ്പർ കൊടുത്തു. ഇവിടെ എമ്മിന് നമ്മൾ എന്ത് കൊടുത്തു, 9 എന്നുള്ള നമ്പർ കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ജെയും കെയും എല്ലും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ വരുന്നുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ലൂപ്പ് എപ്പോഴും ക്ലോസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ജസ്റ്റ് ഇങ്ങനെ സ്ട്രീറ്റ് ലൈൻ വരയ്ക്കരുത്. ഏറ്റവും ലാസ്റ്റ് ഇവൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ എന്നും കൂടെ വരയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത് കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് പ്രൊസീഡിങ് ആക്ടിവിറ്റി നോക്കുക, അതിൽ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ മതി.